ഇതേപോലെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകാത്ത ഒന്ന് അതിനോട് ചേർത്ത് ചൊല്ലാൻ. അതേതാ? വാങ്ക് നമ്മൾ കേട്ടില്ല. ശരി, അടുത്തത് ഇനി നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്താണ്. വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരായത്തുൽ കുർസി. ആയത്തുൽ കുർസിയുടെ ബഹുമാനം എന്താണ്? അത് റഈസു ആയൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ പ്രസിഡന്റ് എന്നാണ് ആയത്തുൽ കുർസിയുടെ പദവി. ഖുർആനിൽ ആയത്തുൽ കുർസിയുടെ പദവി എന്താണ്? ഖുർആൻ ആയത്തുകളുടെ പ്രസിഡന്റ്. അതാ അപ്പോ റഈസ് ആയൽ ഖുർആൻ. ഈ ആയത്തുൽ കുർസി 5 നിസ്കാരങ്ങൾക്ക് ശേഷവും 5 വാങ്ക് ഇഖാമത്തുകൾക്കിടയിലും ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കുമോ അവന് സ്വർഗത്തിലെത്താൻ മരിക്കലല്ലാതെ വേറെ തടസ്സമില്ല എന്ന് മുഹമ്മദ് എന്ന് പറഞ്ഞ അത്ര പ്രധാനപ്പെട്ട പ്രതിഫലമാണ്. അപ്പൊ നമ്മള് സുബഹിന്റെ ഒതു എടുത്തു വന്ന് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, ആ പ്രാർത്ഥനയും ഒരു ആയത്തുൽ കുർസി. നമ്മളൊരു ദിവസത്തിന്റെ തുടക്കം എന്തൊരു ബർക്കത്തായി. ശരി ശരി, വീട്ടിൽ റൂമിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ വളരെ നല്ലതാണ്. വീടായാലും ശരി, അതുപോലെ തന്നെ താമസിക്കുന്ന റൂമായാലും കോളേജായാലും എവിടെ ഹോസ്റ്റലായാലും എവിടെയായാലും എന്തിന് നമ്മുടെ മലക്കുകൾക്കൊന്ന് കയറി ഇറങ്ങാൻ ഒരവസരം സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഉടനെ അടുത്ത് സുബ്ഹി എന്ന നിസ്കാരം എന്തു തന്നെ ആയാലും അത് ജമാഅത്തായി നിസ്കരിക്കണം എന്ന ഒരു പ്രത്യേക താല്പര്യം. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കണം എന്ന ഒരു പ്രത്യേക താല്പര്യം, ഒരു പ്രതിജ്ഞ, ഒരു മാനസിക തീരുമാനം നമുക്ക് സാധിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താണ് നമ്മൾ ഇനി വീട്ടിൽ നിന്ന്, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ ഇറങ്ങി പള്ളിയിലേക്ക് പോവുക. പള്ളിയിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോൾ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ നടക്കാൻ ഒരു ഉദാഹരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിന്റെ ഇടത്തെ കാല് നരകത്തിൽ നിന്ന് ദൂരെയാക്കുക, നിന്റെ വലത്തെ കാല് സ്വർഗത്തിലേക്ക് അയക്കുക. എല്ലാ ദിവസവും നമ്മൾ നരകത്തിൽ നിന്ന് അകലുകയും സ്വർഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു നട. രാവിലെ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ നടക്കും അല്ലേ? അല്ലാ, 90 വയസ്സായ കാക്കാരോട് ഡോക്ടർ പറഞ്ഞു നടക്കണം, മൂപ്പര് എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് നടക്കാതിരിക്കില്ല. കാരണം ഡോക്ടർ പറഞ്ഞതാണ് ഒരു ദിവസം ഹയാത്ത് കിട്ടണമെന്ന് അല്ലേ? ഒരു ദിവസം അതല്ലേ പടച്ചോറപ്പ്. വല്ലാതെ തടി കൂടിയ കാക്കാൻ ഞാൻ പറയാം. ആൾ തടി കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി, ഇയാൾക്ക് കുറയാനാണ്. ഡോക്ടറോട് പറഞ്ഞ സാറേ സുഖമില്ല. എന്ത് പറ്റി? അത് നിങ്ങളെ ശരീരത്തിന്റെ കനം കൂടിപ്പോയതാ, നിങ്ങളെ കാലുകൾക്ക് ശരീരത്തിന്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല, അതാണ് കുഴപ്പം. ഇതിനെന്ത് ചെയ്യണം സാറേ? ഒന്നുമില്ല, ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചാൽ മതി. ഓ, എന്താ വേണ്ടത്? അതെ, ഭക്ഷണം ഞാൻ പറഞ്ഞു, ഭക്ഷണം ഒന്ന് ക്ലിയർ ആക്കുക, ഒന്ന് ക്രമീകരിക്കുക. എന്തെങ്ങനെ? അതെ, ഉച്ചക്ക് 2 ചപ്പാത്തി, രാത്രി 2 ചപ്പാത്തി. അപ്പൊ ഇയാൾ ഉടനെ ചോദിച്ചു, അതിപ്പോ സാധാരണ ഭക്ഷണത്തിന്റെ മുമ്പോ അതോ ശേഷമോ? ഞാൻ ബുഖാരിയിലുണ്ടോന്ന് ചോദിക്കണ്ട, അതൊക്കെ അമ്മാമാന്റെ ഇരിക്കണം. നമ്മുടെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രാവിലെ തൊട്ടടുത്ത പള്ളിയിലേക്കുള്ള ഒരു ജമാഅത്ത്. ഇനി ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുറെ കുട്ടികൾ, അവർക്ക് തൊട്ടടുത്ത് പള്ളിയില്ല, ഇങ്ങനെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ റൂം ഒരു നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു മക്കൾ, അവരൊക്കെ ഒരു ജമാഅത്തിന് ചെറുതായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ അവരെ വിളിക്കാൻ അങ്ങോട്ട് വിളിച്ചു. ഏതായാലും സുബഹി നിസ്കാരത്തിന് വേണ്ടി ഒരു 10 അടി ഒരു നടന്നു. അപ്പൊ നമ്മൾ നരകത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകന്നു, സ്വർഗത്തിലേക്ക് 10 കിലോമീറ്റർ അടുത്തു. അതെങ്ങനെ? അതാ നരകത്തിൽ നമ്മൾ ഈ നടത്തം കൊണ്ട് നരകത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകന്നു, സ്വർഗത്തിലേക്ക് 10 കിലോമീറ്റർ അടുത്തു. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, തിന്മയെ 1 തിന്മയായി, നന്മയെ 10 നന്മയായി അല്ലാഹു എഴുതി.
തിന്മയെ ഒരു തിന്മയായി, നന്മയെ 10 നന്മയായും അല്ലാഹു വർദ്ധിക്കും. അപ്പൊ നമ്മൾ നന്മയിലേക്ക് സ്വർഗത്തിലേക്ക് 10 കിലോമീറ്റർ ആണ്, നരകത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകന്നു. രാവിലെ തന്നെ എന്നിട്ട് നല്ലൊരു സുബഹി നിസ്കാരം, അൽഹംദുലില്ലാഹ്, ആ സുബഹി നിസ്കാരത്തിൽ സംബന്ധിക്കുന്നതോടുകൂടെ ആ റുക്കൂഉം സുജൂദും വിഷയങ്ങൾ എല്ലാ അവയവങ്ങളും ശരീരത്തിൽ എന്തെല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ടോ ഇതെല്ലാം പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഇബാദത്താണ് സുജൂദ്. അഖറബുമായ അബ്ദു ഇലാ റബ്ബിഹി, അല്ലാഹുവിലേക്ക് ഒരു അടിമ അടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അവൻ സുജൂദിൽ കടക്കുന്ന സമയം ആണ്. ആ സുജൂദിൽ അവൻ പലപ്പോഴും നമ്മൾ അതിന്റെ ഒക്കെ നിസ്കാരത്തിന്റെ ഒക്കെ ഒരു പ്രാധാന്യം ഒറ്റ കാര്യം